ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശാലിനെ ഈ ആപത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഉദയനൂരമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പാർവതി. അമ്മയുടെ മുന്നിൽ പാർവതി പൊട്ടിക്കരയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹാളിൽ നിൽക്കുന്നു. ആ സമയം ഗാർഗി എല്ലാവർക്കും പൂജയുടെ പ്രസാദം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പാർവതി മാത്രം അവിടെ ഇല്ലായിരുന്നു. പാർവതി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. പാർവതിയുടെ കയ്യിൽ ഒരു ഫയലും ഒരു കൂട്ടം താക്കോലും ഉണ്ട്. ഇവളിത് എന്ത് ഭാവിച്ചാന്ന് എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ട്. ഇത് എന്റെ പേരിൽ എഴുതിയ സ്വത്തുവകകളുടെ മുദ്രപത്രമാണ്. ഇത് എനിക്ക് തന്ന ആഭരണങ്ങൾ വെച്ച് പൂട്ടിയിരിക്കുന്ന ലോക്കറിന്റെ ചാവിയും. എനിക്കിതൊന്നും വേണ്ട എന്ന് പാർവതി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്നു. സ്വത്തും സ്വർണവും പണവും ഒന്നും എനിക്ക് വേണ്ട. എന്തു പറ്റി പെട്ടെന്ന്? നിനക്ക് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? ഈ സ്വത്തുക്കളും സ്വർണ്ണാഭരണങ്ങളും ഒന്നും വേണ്ടാന്ന് വെക്കാൻ എന്താ കാരണം? വിധവയാവുമെന്ന് കരുതി മുൻകൂട്ടി എല്ലാം ഉപേക്ഷിക്കുന്നതാണോ? എന്നെ പ്രഭാവതി പാർവതിയോട് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, അമ്മേ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞ് പാർവതിയെ വിഷമിപ്പിക്കരുത്. പാർവതി പറയുന്നു, സാരമില്ല വിശാൽ സാർ, അമ്മ മനഃപൂർവ്വം പറയുന്നതല്ലോ. നിമിത്തം കണ്ടത് വെച്ചല്ലേ സംസാരിക്കുന്നത്. ചില നിമിത്തങ്ങൾ ചിലപ്പോഴൊക്കെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ ചോദിക്കുന്നു, എന്ന് കരുതി എപ്പോഴും ഒരു പറയണോ? ഞാൻ പറഞ്ഞില്ലേ ജോത്സ്യനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാന്ന്. പാർവതി പറയുന്നു, വിധവയാകുമെന്ന് ഓർത്തല്ല ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തന്നത്. ഈ വസ്തുവകകളെക്കാളും സ്വർണത്തെക്കാളും മൂല്യം ബന്ധങ്ങൾക്കാണ്. എനിക്കത് മതി. പ്രതാപൻ പറയുന്നു, വെറുതെ അല്ലല്ലോ എന്റെ പാർവതി, വിധവയാകുന്ന സ്വയം തോന്നിയത് കൊണ്ടല്ലേ നീ ഇതെല്ലാം ഉപേക്ഷിക്കുന്നത്. ജാസ്മിൻ പറയുന്നു, അതെ, എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ ആ കഴുതി കിടക്കുന്ന താലിയും കൂടി അങ്ങ് ഉപേക്ഷിച്ചേക്ക്. അത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടി. വിധവകൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് താലിയാണ്. ഇനി ആ മാല തനിച്ച് നിനക്ക് അഴിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണെന്നെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി, ഞാനത് ഊരിത്തരാം. അതിനെ ചോദിക്കാൻ എന്തിരിക്കുന്നു? നീ ആ മാലയും ഊരിക്കൊടു ജാസ്മിനെ എന്ന് പ്രതാപൻ പറയും. പാർവതിയുടെ അരികിലേക്ക് ജാസ്മിൻ വന്ന് മാല ഊരാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ വിജയമ്മ ജാസ്മിനെ വഴക്ക് പറയുന്നു. വിശാലും വളരെ ദേഷ്യത്തോടെ ജാസ്മിനോട് പറയുന്നു, ജാസ്മിൻ നീ ആ താലിയിൽ തൊട്ടു പോകരുത്. പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ കെട്ടിയതാ. അത് ഞാൻ കെട്ടിയതാണെങ്കിലും അത് അഴിക്കാനുള്ള അർഹത എനിക്ക് പോലുമില്ല. അത് നീ ഓർക്കണം. ആ താലി വെറും സ്വർണ്ണമല്ല, ആ താലി പാർവതിയുടെ ജീവന്റെ പാതിയാണ്. അതുകൊണ്ട് നീ അതിൽ തൊട്ടു പോകരുത്. തൊട്ടാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും, മാറങ്ങോട്ട്. അങ്ങനെ പാർവതിയുടെ അരികിൽ നിന്ന് ജാസ്മിനെ വളരെ ദേഷ്യത്തോടെ വിശാൽ മാറ്റുന്നു. വിജയമ്മ പാർവതിയോട് ചോദിക്കുന്നു, പാർവതി നീ എന്താ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചത്? വേണ്ട അച്ഛമ്മ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് താലിയും സീമന്തവും മാത്രം മതി എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു, അതുപോരാ, നിനക്ക് തന്നതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. എന്നിട്ട് ആ താക്കോൽ കൂട്ടം എടുത്ത് പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നീ തന്നെ വെച്ചോണം ഇത്. വീണ്ടും പാർവതി അത് വാങ്ങി. എന്നാൽ തിരികെ അവിടെ വെക്കുകയാണ് പാർവതി വിഷമത്തോടെ. പ്രഭാവതി ആ താക്കോൽ കൂട്ടം എടുക്കാൻ നോക്കുന്നത് കണ്ട് പെട്ടെന്ന് വിശാൽ അത് എടുക്കുന്നു. ഇത് എന്റെ അമ്മ പാർവതിക്ക് കൊടുത്തതാ. ഇത് ആരുടെ കയ്യിലിരിക്കണമെന്ന് അമ്മ തീരുമാനിക്കും. പാർവതിക്ക് വേണ്ടെങ്കിൽ തൽക്കാലം ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. ഇത് എന്റെ കയ്യിലിരുന്നാൽ തൽക്കാലം ഇതിന്റെ പേരിൽ നിന്നോടാരും മോശമായിട്ട് സംസാരിക്കില്ലല്ലോ. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും അവിടെ നിന്നിട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുന്നു, എന്തായിരിക്കും കാരണം? ആ കാരണം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും. ജാസ്മിൻ നിനക്ക് എന്തെങ്കിലും അറിയോ എന്ന് ജാസ്മിനോട് പ്രതാപൻ ചോദിക്കുന്നു. അത് തന്നെയെന്നാ ഞാനും ആലോചിക്കുന്നത്. എന്തായിരിക്കും കാരണം? എത്ര തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ഒരു എത്തുംപിടി കിട്ടുന്നില്ലല്ലോ. പ്രഭാവതി പറയുന്നു, എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പാർവതി എന്തിനാ താക്കോലും ഡോക്യുമെന്റ്സും വേണ്ട എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തത്? എന്തുകൊണ്ടാണെന്ന് ഉടൻ കണ്ടുപിടിക്കണം പ്രതാപ. പ്രതാപൻ പറയുന്നു, ചേച്ചി എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാം. അവൾ ആ കുഗ്രാമത്തിൽ ജനിച്ച പെണ്ണല്ലേ, അവൾക്ക് ഈ ഡോക്യുമെന്റ്സ് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന്റെ വാല്യൂ അറിയില്ലായിരിക്കും. വെറുതെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തിനാ? അല്ലെങ്കിൽ ഒരു നമ്പർ ഇട്ടതായിരിക്കും, വലിയ ദാനധർമ്മിഷ്ഠയാണെന്ന് കാണിക്കാൻ. ജാസ്മിൻ പറയുന്നു, ഏതൊരു പെണ്ണിനും ആധാരത്തിന്റെ വില അറിയാം, അതിന് പട്ടണത്തിലായാലും പട്ടിക്കാട്ടിലായാലും. എനിക്ക് തോന്നുന്നത് അവള് ചീപ്പ് നമ്പർ ഇട്ടതാണെന്നാ. പ്രഭാവതി പറയുന്നു, ജാസ്മിൻ നമുക്ക് എല്ലാ പ്രാവശ്യം ഇതുപോലെ അബദ്ധം പറ്റുന്നത്. പാർവതി ഗ്രാമത്തിൽ പിറന്ന ബുദ്ധിയില്ലാത്തവൾ എന്ന രീതിയിൽ നമ്മൾ തരം താഴ്ത്തി കണ്ടു. അവൾ ആ സമയത്ത് കയറി ഗോൾ അടിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവൾ ആരാണെന്ന്? കോടീശ്വരി. എന്നാൽ അവൾ ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ജീവിക്കുന്നത്. അതേ അവള് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തമായ കാരണം കാണും. ആ കാരണം എന്തായാലും ഉടൻ കണ്ടുപിടിക്കണം പ്രതാപ. ഇന്നലെ മുല്ലപ്പൂ വെച്ച് തുള്ളിച്ചാടി വന്നവള് ഇന്ന് അപ്പാടെ മാറിയിരിക്കുന്നു. വിശാലും പാർവതിയും വീണ്ടും തെറ്റിയോ എന്നറിയണം. അല്ലെങ്കിൽ അവളുടെ പുതിയ ഡ്രാമ എന്താണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്ലാനിങ് സക്സസ് ആക്കാൻ കഴിയുള്ളൂ. പ്രതാപൻ പറയുന്നു, ചേച്ചി വഴക്ക് പറയില്ല എങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു അഭിപ്രായം പറയാം. പാർവതിയോട് ഫ്രണ്ട്ലിയായി സംസാരിച്ച് അവളോട് തന്നെ ചോർത്തിയാൽ പോരെ? അവളോട് ഫ്രണ്ട്ലി ആവാൻ അങ്ങോട്ട് ചെല്ല്, അവൾ ഇപ്പൊ പറഞ്ഞു തരും. അവളുടെ വായിന്ന് ഒരു വാക്ക് പോലും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതാണ് പാർവതി. ഇത്രയും അനുഭവിച്ചിട്ട് മംഗൾ ഇതൊന്നും പഠിച്ചില്ലേ? ആന്റിക്കും അറിവുള്ളതാണല്ലോ എന്ന് ജാസ്മിൻ.
നീ പറഞ്ഞത് നേരാ ജാസ്മിൻ. പാർവതിയുടെ വായിൽ നിന്നും നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. പകരം എന്തെങ്കിലും തത്വം പറഞ്ഞ് ചോദിച്ചവരെ അവൾ ഇൻസൾട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ അത് കണ്ടുപിടിക്കണം പ്രതാപ എന്ന് പ്രഭാവതി. ചേച്ചി നേരിട്ട് വിശാലിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും. അവനോട് സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, അവൻ പറയില്ല പ്രതാപ. ഞാൻ സെന്റിമെന്റ്സ് കാണിച്ചാൽ അതേ നാണയത്തിൽ അവനും സെന്റിമെന്റ്സ് കാണിക്കും. പഠിച്ച കള്ളനാണവൻ. നിങ്ങൾ വിഷമിക്കേണ്ട, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാനുള്ള വിദ്യ എനിക്കറിയാം. അതിനാദ്യം ഇപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം അറിയണം. പിന്നീട് കാണിക്കുന്നത് പാർവതി ടേബിളിന്റെ അവിടെ ഇരുന്ന് വെജിറ്റബിൾസ് അരിയുന്നു. പാർവതി പാർവതി എന്ന് വിളിച്ച് വിശാൽ അവിടേക്ക് വരുന്നു. എന്തോ ഞാൻ ഇവിടെയുണ്ട്. പച്ചക്കറി അരിയാണെന്ന് പാർവതി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ വിശാൽ അവിടേക്ക് വരുന്നു. എന്നാൽ പെട്ടെന്ന് പാർവതി ഒരു കാര്യം ആലോചിക്കുന്നു. കയ്യിലിരിക്കുന്നത് കത്തിയാണ്. അഘോരി പറഞ്ഞ കാര്യവും ആലോചിക്കുന്നുണ്ട്. ആ കത്തിയുമായി എഴുന്നേറ്റ് നിന്നിട്ട് പാർവതി വിശാലിനോട് പറയുന്നു, വിശാൽ സാർ അവിടെ തന്നെ നിൽക്ക്, എന്റെ അടുത്തേക്ക് വരണ്ട എന്ന്. പാർവതി, നിനക്ക് എന്താ പറ്റിയത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്റെ അടുത്തേക്ക് വരല്ലേ വിശാൽ സാറേ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ നിൽക്കുന്നു. വരല്ലേ വിശാൽ സാറേ, എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പാർവതി വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ വിശാൽ പാർവതിയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ഇടപെടണോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, ഇപ്പോഴേ പോകണ്ട, നമുക്ക് ആ കളി ഇവിടെ നിന്ന് കാണാം, എന്നിട്ട് ഇടപെടാം. പെട്ടെന്ന് പാർവതിയുടെ കയ്യിലിരുന്ന കത്തി താഴെ ഇടുന്നു. ഒരു പേടിയോടെയാണ് ആ കത്തി പാർവതി താഴെ ഇട്ടത്. ഇത് കണ്ടിട്ട് പ്രതാപൻ പറയുന്നു, ഈ കഥയിലെ നായികയും നായികനുമല്ലേ അവര്, പക്ഷേ വില്ലനെ കണ്ട നായികയുടെ ലുക്കാണല്ലോ അവൾ കാണിക്കുന്നത്. പാർവതി, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ വിയർക്കുന്നത്, നീ എന്താ എന്നെ കണ്ട് ഭയന്ന് മാറുന്നത് എന്നൊക്കെ വിശാൽ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സാറേ എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന്. എന്റെ സ്വഭാവ പാർവതി, ഇത് എനിക്കിതിനെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. നീ എന്താ എന്നെ കണ്ടിട്ട് പേടിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്നോടൊന്നും ചോദിക്കാതിരിക്കും വിശാൽ സാർ, എനിക്കത് തൽക്കാലം വിശാൽ സാറിനോട് പോലും പറയാൻ കഴിയില്ല. ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് ഇപ്പൊ വരല്ലേ, അപകടം ക്ഷണിച്ച് വരുത്തല്ലേ വിശാൽ സാറേ. അത് കേട്ട് സംശയത്തോടെ വിശാൽ പറയുന്നു, അപകടോ, നീ എന്താ ചാകാൻ പോവാണോ? എന്താ പാർവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിനക്ക് എന്താ പറ്റിയത്? വിശാൽ സാർ ദയവായി മുകളിലേക്ക് പോയിക്കോ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ഓഹോ, നിനക്ക് എന്റെ അടുത്തേക്ക് വരാം, എനിക്ക് നിന്റെ അടുത്തേക്ക് വന്നൂടാ അല്ലേ? എന്നാലേ ഞാൻ പോകുന്നില്ല, എന്താ കാര്യമെന്ന് എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. അങ്ങനെ അവിടെ ചേറിട്ടിരിക്കുകയാണ് വിശാൽ. എനിക്ക് ഒരു ചൂട് ചായ വേണം. പാർവതി പറയുന്നു, ചായ ഞാൻ മുറിയിൽ കൊണ്ടുതരാമെന്ന്. സാർ ഇവിടെ നിന്നൊന്ന് പോവുമെന്ന് ചോദിക്കുന്നു. ഞാൻ എവിടേക്കും പോകുന്നില്ല, ചായ എനിക്ക് ഇവിടെ കിട്ടണം. ആ ചായ കിട്ടിയാൽ ഞാൻ പോകാമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിച്ചണിലേക്ക് ഓടുകയാണ് പാർവതി. പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു, ചേച്ചി കണ്ടെടുത്തോളം ഇത് അത്ര ചെറുതായ കാര്യമാണെന്ന് തോന്നില്ല. ഒന്നുകിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ വിശാലിന്റെ രോഗം അവള് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, രണ്ടും ഉറപ്പാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നും ചായയുമായി വന്നിരിക്കുകയാണ് പാർവതി. എടുത്തോളൂ, ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കുടിച്ചോളൂ എന്ന് പാർവതി പറയുന്നുണ്ട്. പാർവതി ആ ചായ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. വിശാൽ പറയുന്നു, എന്താ പാർവതി, ഈ ചായ എന്റെ കയ്യിൽ തന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ വിശാൽ ആ ചായ എടുത്ത് കുടിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് പാർവതി ആ ചായ വാങ്ങിച്ചിട്ട് കുടിച്ചു നോക്കുന്നു. എന്നിട്ട് പിന്നെ അത് വിശാലിന് കൊടുക്കുന്നുണ്ട്. ഇനി കുടിച്ചോളാൻ പറയുന്നു. എന്താ പാർവതി നീ കാണിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ, എന്ത് കഷ്ടമായത്? പാർവതി പറയുന്നു, എനിക്ക് ചായയൊന്നും വേണ്ട, പക്ഷെ ഇതിൽ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് അറിയാനാ ഞാൻ കുടിച്ചു നോക്കിയത്. വിശാൽ പറയുന്നു, എന്ത് കലർന്നോന്നാ നീ ഈ ചായയിൽ നോക്കിയത്, അതാദ്യം പറ. പാർവതി വിഷയം മാറ്റി സംസാരിക്കുന്നു. അത് പിന്നെ പാല്, പഞ്ചസാര, ചായപ്പൊടി അങ്ങനെ എല്ലാം കൃത്യമായിട്ട് കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. ഇപ്പൊ ഇത് കറക്റ്റ് ആണോ, ഇനിയെങ്കിലും ഇത് കുടിക്കാമോ എന്ന് വിശാൽ. അങ്ങനെ വിശാൽ ആ ചായ കുടിച്ചു. പ്രതാപൻ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാക്കാതെ പ്രഭാവതിയോട് ചോദിക്കുന്നു, ചേച്ചിക്ക് വല്ല മനസ്സിലായോ ഇതൊക്കെ കണ്ടിട്ട്? എനിക്കാണെങ്കിൽ ഇപ്പതാ രണ്ടും കൂടി അടുത്ത് നിൽക്കുന്നു. ചായ കുടിച്ചിട്ട് വിശാൽ പാർവതിയോട് ചോദിക്കുന്നു, പാർവതി, നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിനെ കുറിച്ച് എനിക്കറിയണം. നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ മാറ്റം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടി. ഏത് ക്ഷേത്രം, ചേച്ചിക്ക് അറിയാമോ എന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, അറിയില്ല പ്രതാപ, പക്ഷേ വിശാൽ പറഞ്ഞിട്ട് പോയത് വെച്ച് നോക്കുമ്പോൾ അതൊരു സാധാരണ ക്ഷേത്രമല്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം പ്രതാപ, ആവശ്യം വരും, വാ എന്ന് പറഞ്ഞ് പ്രതാപനെയും കൂടി പ്രഭാവതി പോയി. പിന്നീട് കാണിക്കുന്നത് ഉദയനൂരമ്മയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർവതി ചോദിക്കുന്നു, എന്റെ ദേവി, എനിക്ക് എന്റെ വിശാൽ സാറിനെ രക്ഷിക്കാൻ കഴിയില്ലേ? ആ അഘോരി പറഞ്ഞതുപോലെ എന്റെ കഴുത്തിലെ താലി ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരുമോ? എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് വീണ്ടും പാർവതി പൊട്ടിക്കരയുന്നു. വേണ്ട, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ഉദയനൂരമ്മേ, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ദുർവിധി ഏർപ്പെടുത്തിയത്? അമ്മേ, അവിടുത്തെ കാൽക്കൽ വീണ് ഞാൻ യാചിക്കുകയാണ്. ഞാൻ കാരണം വിശാൽ സാറിന് ഒരു ആപത്തും വരാൻ പാടില്ല. ഗായത്രി അമ്മ അവിടേക്ക് വന്നു. എന്തിനാ മോളെ നീ കരയുന്നത്? പാർവതി അമ്മയോട് പറയുന്നു, അമ്മേ, ഞാൻ അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം, അമ്മ എന്നെ ജീവൻ എടുക്കണം. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന് ഗായത്രി ചോദിക്കുന്നു.
ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലമ്മേ. ഞാൻ ജീവനോടെ ഉണ്ടായാൽ വിശാൽ സാർ മരണപ്പെടും. ഞാൻ പോലും അറിയാതെ വിശാൽ സാറിനെ ഞാൻ കൊല്ലും. അത് കേട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഗായത്രി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.